ഓടുന്ന ട്രെയിനിൽ നിന്ന് ഫോണോ പേഴ്സോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ താഴെ വീണാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവ തിരികെ കിട്ടാൻ വഴിയുണ്ട്. ഇന്ന് മിക്കവരും ഗതാഗത സൗകര്യത്തിന് ഏറെ ആശ്രയിക്കുന്ന ഒന്നാണ് റെയിൽവേ സംവിധാനം. ദീർഘദൂര യാത്രകൾക്ക് ആളുകൾ ആദ്യം മുൻഗണന കൊടുക്കുന്നതും ട്രെയിനുകൾക്ക് തന്നെയാണ്. കുറഞ്ഞ ചിലവ് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണവും. ഇത്തരത്തിലുള്ള യാത്രകളിൽ മിക്കവരുടെയും ശ്രദ്ധ ഫോണുകളിൽ തന്നെയായിരിക്കും. ട്രെയിനിന്റെ പടികളിൽ ഇരുന്നും നിന്നും വരെ പലരും ഫോൺ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഫോണോ പേഴ്സോ വിലപ്പെട്ട മറ്റു വസ്തുക്കളോ ട്രെയിനിൽ നിന്ന് താഴെ ട്രാക്കിൽ വീണാൽ എന്ത് ചെയ്യാൻ സാധിക്കും? സാധാരണയായി ആളുകൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നിശബ്ദമായി ഇരിക്കും, അല്ലെങ്കിൽ ട്രെയിനിന്റെ എമർജൻസി ബ്രേക്ക് വലിക്കുന്നതിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. എന്നാൽ ചങ്ങല വലിക്കുന്നത് മറ്റ് തടസ്സങ്ങൾക്ക് വഴിവെച്ചേക്കാം. എന്നാൽ ഇനി മുതൽ ഇത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ഓടുന്ന ട്രെയിനിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തു താഴെ വീണാൽ തിരികെ കിട്ടാൻ വഴിയുണ്ട്. ഇത്തരത്തിൽ ട്രെയിൻ യാത്രക്കിടെ നമ്മുടെ വസ്തുക്കൾ താഴെ വീണു പോയാൽ ആദ്യം റെയിൽവേ ട്രാക്കിന്റെ വശങ്ങളിലെ തൂണിൽ എഴുതിയ നമ്പറോ സൈഡ് ട്രാക്കിന്റെ നമ്പറോ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനുശേഷം RPFലേക്കും 182 എന്ന നമ്പറിലേക്കും ഈ വിവരം നൽകണം. ഈ സമയം നഷ്ടപ്പെട്ട വസ്തു ഏത് തൂണിനോ ട്രാക്ക് നമ്പറിനോ സമീപത്താണെന്ന് അവരെ കൃത്യമായി അറിയിക്കേണ്ടതാണ്. ഈ വിവരം നൽകുന്നതോടെ റെയിൽവേ പോലീസിന് നിങ്ങളുടെ നഷ്ടപ്പെട്ട വസ്തു കണ്ടെത്താൻ സാധിച്ചേക്കും. തുടർന്ന് റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ പൂർത്തിയാക്കിയാൽ നഷ്ടപ്പെട്ട വസ്തു ഉടമയ്ക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും.